ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വീണ്ടും ഈ ഭൂമിയിൽ നമുക്ക് ആയുസ്സും ആരോഗ്യവും തന്ന് നമ്മെ സൂക്ഷിച്ച ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണ ലഭിച്ച ഒരു ചിന്ത എന്നുള്ളത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന വിഷയമാണ്. ക്രൂശ് അതെല്ലാവരുടെയും സകല ദൈവമക്കളുടെയും പ്രശംസാ വിഷയമാണ്. അപ്പോസ്തലനായ പൗലോസ് ക്രൂശിനെ കുറിച്ച് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനം നമുക്ക് ദൈവത്തിന്റെ ശക്തി പകരുന്ന ഒന്നാണ്. 1 കൊരിന്ത്യർ 1:23 നാം വീണ്ടും വായിക്കുകയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ക്രൂശിന്റെ വചനം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ്. അത് ദൈവജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനമാണ്. ഈ ലേഖനകാരൻ തന്നെ ഗലാത്യ ലേഖനത്തിൽ പറയുന്നത് അതിന്റെ 5-ാം അധ്യായം 11-ാം വാക്യത്തിൽ ക്രൂശ് ഇടർച്ചയ്ക്ക് കാരണമായി തീരും എന്നുള്ള നിലയിലാണ്. അത് ആരെങ്കിലും ക്രൂശിന്റെ വചനം വിട്ട് മറ്റേതെങ്കിലും ഒരു വിഷയത്തിലേക്ക് പോയാൽ, പരിച്ഛേദനയാൽ രക്ഷയെന്നോ പ്രവൃത്തിയാൽ രക്ഷയെന്നോ അങ്ങനെ ലോകത്തിലും ഉള്ള ഏതെങ്കിലും മറ്റു വഴിയിലൂടെ രക്ഷ കണ്ടെത്താം, ആത്മാവിന്റെ രക്ഷ കണ്ടെത്താമെന്ന് വിചാരിച്ചാൽ അതെല്ലാം നഷ്ടമാണ്. ക്രൂശ് അവർക്ക് ഇടർച്ചയായി തീരുകയുള്ളൂ എന്ന് ഗലാത്യർ 5:11 കാണുന്നു. അങ്ങനെയെങ്കിൽ ക്രൂശിന്റെ ഇടർച്ച നീങ്ങിപ്പോയല്ലോ. അപ്പോൾ ക്രൂശ് അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ വചനം പ്രസംഗിക്കുന്ന ഏവരും പ്രതികൂലങ്ങളും കഷ്ടങ്ങളും പ്രതിസന്ധികളും ഒക്കെ അനുഭവിച്ചാണ് ആ ക്രൂശിന്റെ വചനം പ്രസംഗിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് അവർക്ക് ആരാധനയ്ക്ക് കാരണമായ വിഷയമായി തീരുന്നു. ക്രൂശിനെ ആരാധിക്കുകയല്ല, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ദൈവമക്കളായ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു തരുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ക്രൂശില്ലാത്ത ക്രിസ്തുവും ക്രിസ്തുവില്ലാത്ത ക്രൂശും ഈ ലോകം പ്രശംസിക്കും, ഈ ലോകം ആരാധിക്കും, ഈ ലോകം പ്രകീർത്തിക്കും, ഈ ലോകം അത് ഒരു ആരാധനാ വിഷയമായി കണ്ടുകൊണ്ട് ക്രിസ്തു അവൻ ക്രൂശില്ലാത്ത ക്രിസ്തുവായി എന്ന് പറഞ്ഞാൽ തൊട്ടിയിൽ കിടക്കുന്ന യേശുവിനെ ആരാധിക്കുന്നതായിട്ട് അനേകർ ചിന്തിക്കുന്നു. അതുപോലെ ക്രൂശിൽ ക്രിസ്തുവില്ലാതെ ക്രൂശിനെ മാത്രം നമസ്കരിക്കുന്നവരായിട്ടും ഇരിക്കുന്നു. എന്നാൽ നമ്മൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, ക്രൂശിതനായ ക്രിസ്തുവിനെയാണ് പ്രശംസിക്കുന്നത്. ഇത് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്, ലോകം എനിക്കെതിരെ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പ്രശംസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലാണ്. യേശു ക്രൂശിൽ മരിച്ചതാണ് എൻ്റെ പ്രശംസാ വിഷയം. അതെ, ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന നമുക്കും ക്രൂശ്, യേശു ക്രിസ്തു ഉള്ള ക്രൂശ്, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച ആ ക്രൂശ്, ക്രിസ്തു യേശുവിന്റെ ക്രൂശിലെ മരണം,
അതൊരു പ്രശംസാ വിഷയം തന്നെയാണ്. എത്രയോ കവികൾ, എത്രയോ സംഗീതജ്ഞർ, എത്രയോ ഗായകർ, ഇവരൊക്കെ യേശു ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തെയും ക്രിസ്തുവിന്റെ ക്രൂശിനെയും വർണ്ണിച്ചുകൊണ്ട് എത്രായിരം ലക്ഷോപലക്ഷം ഗാനങ്ങൾ എഴുതി കഴിഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദൈവമക്കൾ ക്രിസ്തു മരിച്ച ക്രൂശിന്റെ, ആ ക്രൂശ് മുഖാന്തരമുണ്ടായ അനുഗ്രഹത്തിന്റെ ഭാഗ്യവർണ്ണനകൾ നടത്തുന്നവരാണ്. ഇന്ന് നാമും ആ ക്രൂശിനെ കുറിച്ച് അനേക ഭക്തന്മാർ പറഞ്ഞ ചില വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കാം. ക്രൂശിനെ കുറിച്ച് ദൈവത്തിന്റെ ഭക്തന്മാരായ, ക്രൂശിന്റെ സ്നേഹത്താൽ വശീകരിക്കപ്പെട്ട് ക്രൂശിങ്കലേക്ക് വന്നവർ ക്രൂശിന്റെ മനോഹാരിത വർണ്ണിക്കുന്ന ചില പ്രസ്താവനകൾ ഞാൻ വേഗം ഒന്ന് ഓർമ്മിപ്പിക്കാം. ഒന്ന്, കർത്താവിന്റെ ആടുകൾക്ക് മേയുവാനുള്ള പച്ചപ്പുൽമേടാണ് ക്രൂശ്. നിങ്ങളും ഞാനും ആരാധനയ്ക്ക് വേണ്ടി അടുത്തു വരുമ്പോൾ ആ പച്ചപ്പുൽമേടിൽ ആ ക്രൂശിന്റെ ധ്യാനം നമ്മളെ തൃപ്തരാക്കുകയില്ലേ? ദൈവത്തിന്റെ മഹത്വം കാണുവാൻ ഇടയാക്കുകയില്ലേ? രണ്ടാമതായിട്ട്, മനുഷ്യനെ വീക്ഷിക്കുവാൻ ദൈവം ഒരുക്കിയ വീക്ഷാ ഗോപുരമാണ് ക്രൂശ്. ദൈവം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും മുമ്പാകെ ഈ ക്രൂശ് വരച്ച് കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ക്രൂശിനെ ദർശിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദൈവം നോക്കുകയാണ്, ക്രൂശിൽ നിന്ന് നോക്കുകയാണ്. ക്രൂശിലേക്ക് നോക്കി നമ്മുടെ രക്ഷാനായകനെ കണ്ട് അവന്റെ ക്രൂശ് മരണത്തിൽ ആകൃഷ്ടരായി അടുത്തു വന്നത് കൊണ്ടാണ് നാം ഇന്ന് അവനെ ആരാധിക്കുന്നത്. എന്നാൽ അനേകർക്ക് ക്രൂശിലേക്ക് നോക്കുമ്പോൾ അത് ഭോഷത്വമാണ്, ബലഹീനതയെ കാണിക്കുന്നതാണ്, അത് നിന്നയെ കാണിക്കുന്നതാണ്, അനേകർക്ക് ഒരു പരിഹാസ വിഷയമാണ്. നമുക്കോ ദൈവത്തിന്റെ ശക്തിയും ദൈവജ്ഞാനവുമാണ്. അതുകൊണ്ട് മനുഷ്യനെ ദൈവം നോക്കുന്ന ഇടമാണ്, വീക്ഷാ ഗോപുരമാണ് ക്രൂശ്. മൂന്നാമതായി, ദൈവത്തിന്റെ കുഞ്ഞാടി യാഗമായി തീർന്ന യാഗപീഠമാണ് ക്രൂശ്. സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ട് ദൈവ കുഞ്ഞാടായ ക്രിസ്തുവിനെ യാഗമാക്കി തീർത്ത സ്ഥലം, നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി പ്രായശ്ചിത്ത യാഗമായി ക്രിസ്തു യേശു മരണം വരിച്ച സ്ഥലം, ആ യാഗപീഠമാണ് ക്രൂശ്. വീണ്ടും നാലാമതായി നാം കാണുകയാണ്, സാത്താൻ തോറ്റോടിയ യുദ്ധക്കളമാണ് ക്രൂശ്. സ്വർഗത്തിലെ ദൈവം മനുഷ്യനായി അവതരിച്ച് പിശാചിനെ തോൽപ്പിച്ച, പിശാചിനെ ആയുധവർഗം വെപ്പിച്ച ആ യുദ്ധക്കളമായിരുന്നു ക്രൂശ്. അഞ്ചാമതായി നാം കാണുന്നത്, യുഗങ്ങളുടെ പാറയായ ക്രിസ്തു അടിയേറ്റ സ്ഥാനമാണ് ക്രൂശ്. യേശു ക്രിസ്തു പിളർന്നതാം പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്ന് പാട്ടുകാരൻ പാടുമ്പോൾ, യേശു ക്രിസ്തു എന്ന പാറ, ആ പാറ നമ്മളെ മറയ്ക്കുന്ന പാറയാണ്. എന്നാൽ ആ പാറ അടിക്കപ്പെട്ടു. അതെ, അവരെ അനുഗമിച്ച, മരുഭൂമിയിൽ അവരുടെ യാത്രയിൽ അവരെ അനുഗമിച്ച പാറ അത് ക്രിസ്തു ആയിരുന്നു എന്ന് നാം വായിക്കുന്നു. യേശു ക്രിസ്തു എന്ന പാറ അടിക്കപ്പെട്ടു. അവരിൽ നിന്ന് പുറപ്പെടുന്ന ആ ജീവജലം സൗജന്യമായി കുടിച്ച് നമുക്ക് തൃപ്തരാകുവാൻ ഇടയായി. ആ പാറ അടിക്കപ്പെട്ട സ്ഥലം അത് ക്രൂശാണ്. ആറാമതായി, പാപിയുടെ പാപഭാരം ഇറക്കി വെക്കുവാൻ ദൈവമുണ്ടാക്കിയ അത്താണിയാണ് ക്രൂശ്. നിങ്ങളും ഞാനും പാപഭാരം ആ ചുമടേന്തി നമുക്ക് ഇനിയും ഒരടി നീങ്ങുവാൻ കഴിയാതെ ഈ ക്രൂശിങ്കൽ വന്നപ്പോൾ നമ്മുടെ പാപഭാര ചുമട് അവിടെ ഇറക്കി വെച്ച് നമുക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിഞ്ഞു. ഏഴാമതായി, ക്രിസ്തു സകലവും നിവൃത്തിയാക്കിയ സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ്. അതെ, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ജീവനെ വെടിഞ്ഞ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്കുള്ള കടം കൊടുത്തു വെട്ടി, പിശാചിനെ ആയുധവർഗം വെപ്പിച്ചു, നമുക്ക് വേണ്ടിയുള്ള രക്ഷയുടെ പൂർത്തീകരണം ക്രൂശിൽ നടത്തി. അതുകൊണ്ട് സകലവും നിവൃത്തിയായ സ്ഥാനം ആണ് അത്. എട്ടാമതായി, ദൈവത്തിന്റെ നീതിയും കരുണയും തമ്മിൽ ചുംബിച്ച ഇടമാണ് ക്രൂശ്. ദൈവത്തിന്റെ നീതി ആവശ്യപ്പെടുന്നത് പാപികളായ നാം ശിക്ഷ അനുഭവിച്ച് നരകത്തിലേക്ക് പോകണമെന്നാണ്.
എന്നാൽ ദൈവത്തിന്റെ സ്നേഹം, ആർദ്ര കരുണ പാപികളായ നമ്മളോട് ദയുള്ള ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ പാപം ക്രിസ്തുവിന്റെ മേൽ ചുമത്തി നമ്മെ വിടുവിക്കുവാൻ ദൈവം ഒരുക്കിയ ഇടമാണ് അത്. ലോകത്തിലെ മനുഷ്യർ അത് അംഗീകരിക്കാതിരുന്നാൽ ദൈവത്തിന്റെ നീതി അവരെ ശിക്ഷിക്കുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളതായി തീരുകയാണ്. എന്നാൽ നിങ്ങളും ഞാനും ആ കരുണ സ്വീകരിച്ചപ്പോൾ നമ്മൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതലുള്ളവരായി തീർന്നു. 9-ാമതായി, ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടിയ വേദിയാണ് ക്രൂശ്. അതെ, ദൈവത്തെ കാണണമെങ്കിൽ പഴയ നിയമകാലത്ത് സമാഗമന കൂടാരത്തിങ്കിലേക്ക് എത്തണമെങ്കിൽ ഒരു യാഗമൃഗവുമായിട്ട് വേണമായിരുന്നു അവർ അടുത്തു വരുവാൻ. യാഗം കൂടാതെ അവർക്ക് അടുത്തു വരുവാൻ കഴിയുകയില്ലായിരുന്നു. അതെ, രക്തം ചൊരിയാതെ പാപത്തിന് മോചനമില്ലായിരുന്നു. നീതിമാനായ ദൈവത്തിന്റെ അടുക്കലേക്ക് പാപികളായ മനുഷ്യന് വരുവാനായിട്ട് ദൈവം ഒരുക്കിയ, അവനെ കാണുവാൻ ഉണ്ടാക്കിയ ഇടമായിരുന്നു ആ ക്രൂശ്. ക്രൂശ് മുഖാന്തരം നമുക്കിന്ന് ക്രിസ്തുവിനോട് സമീപസ്ഥരായി തീരുവാൻ, അതെ, ദൂരസ്ഥരായിരുന്നു നാം അവനെ കാണുവാൻ തക്കവണ്ണം, അവനോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം സമീപസ്ഥരായി തീർന്നു. 10-ാമതായി, നീതിയിൻ വസ്ത്രം മനുഷ്യനു വേണ്ടി നെയ്ത നെയ്ത്തുശാലയാണ് ക്രൂശ്. അതെ, സ്വർഗത്തിലെ ദൈവം നീതിയുടെ വസ്ത്രം നമുക്ക് ധരിക്കുവാനായി ഒരുക്കിയെടുത്തത് ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണത്താൽ ആണ്. 11-ാമതായി, സകല മനുഷ്യർക്കുമായി രക്ഷ വിളംബരം ചെയ്ത സ്ഥാനമാണ് ക്രൂശ്. ക്രൂശിന്റെ വചനം എന്ന് നാം വായിക്കുന്നത് അത് മുഖാന്തരമാണ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. അതുകൊണ്ട് ആ വചനം നാം സ്വീകരിച്ച് അതിലൂടെ അനുഗ്രഹീതരായി തീരണം. 12-ാമതായി, ഭക്തന്റെ ത്യാഗ ജീവിതത്തിന് പ്രചോദനമാണ് കാൽവറിയിലെ ക്രൂശ്. ക്രൂശ് നാം കാണുമ്പോൾ നിങ്ങൾക്കും എനിക്കും വേണ്ടി യേശു ക്രിസ്തു യാഗമായി തീർന്ന ആ വലിയ സ്നേഹം ഓർക്കുമ്പോൾ, യേശു കർത്താവ് തന്നെ താൻ നമുക്ക് വേണ്ടി തന്നുകൊണ്ട് നമ്മെ സ്നേഹിച്ച സ്നേഹം ഓർക്കുമ്പോൾ നിങ്ങളും ഞാനും ഒരു ത്യാഗ ജീവിതത്തിന് വേണ്ടി പ്രചോദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാൽവറിയിലെ ക്രൂശിലേക്ക് നാം നോക്കിയാൽ നാം നമ്മെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയും. അതാണ് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നത്. ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കും ഉണ്ടാകണം. 13-ാമതായി, പാപിയായ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിച്ച സ്ഥാനമാണ് ക്രൂശ്. നാം ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു. ക്രൂശ് മുഖാന്തരം നാം നമ്മുടെ ശത്രുത്വം മാറി ദൈവത്തോട് നിരപ്പുള്ളവരായിട്ട് തീർന്നു. 14-ാമതായി, ദൈവത്തെ നമ്മുടെ പിതാവാക്കി മാറ്റിയ സ്ഥാനമാണ് ക്രൂശ്. ക്രൂശ് മുഖാന്തരം കർത്താവിങ്കിലേക്ക് വന്നതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവായി, നമ്മൾ അവന്റെ മക്കളായി തീർന്നു. യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ക്രൂശിലെ ക്രിസ്തുവിനെ അംഗീകരിക്കുന്നവർക്കാണ് ദൈവം ആ പദവി കൊടുത്തത്. 14-ാമതായി, ദൈവത്തെ നമ്മുടെ പിതാവാക്കി മാറ്റിയ സ്ഥാനം. 15-ാമതായി, മനുഷ്യവർഗത്തിനു വേണ്ടി ദൈവം മുമ്പാകെ മാധ്യസ്ഥം ഏറ്റെടുത്ത സ്ഥാനമാണ് ക്രൂശ്. നാം കാണുന്നു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി തന്നെ താൻ മറുവിലയായി കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥനായി തീർന്നു എന്ന് 1 തിമോഥെയോസ് 2:5 നാം കാണുന്നു. ആ മധ്യസ്ഥനായി ക്രിസ്തു നമുക്ക് വേണ്ടി ആ സ്ഥാനം ഏറ്റെടുത്ത് മധ്യസ്ഥത നിർവഹിച്ച സ്ഥലം അത് ക്രൂശ് ആണ്. 16-ാമതായി, നിത്യതയിലേക്കുള്ള ചൂണ്ടു പലകയാണ് ക്രൂശ്. ക്രൂശ് കാണാതെ ആർക്കും സ്വർഗത്തിലേക്ക് കയറുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ പോകുകയില്ല. ലോകത്തിലെ ഏതു മനുഷ്യനും, എത്ര ധനികനും എത്ര സുന്ദരനും എത്ര കഴിവുള്ളവനും ആരായിരുന്നാലും അവൻ ക്രൂശിലൂടെ അല്ലാതെ സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയില്ലെന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നിത്യതയിലേക്ക്, നിത്യജീവനിലേക്ക്, സ്വർഗത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് ക്രിസ്തുവിന്റെ ക്രൂശ്. 17-ാമതായി, ഉന്നത സൗധത്തിലേക്കുള്ള ഗോവണിയാണ് ക്രൂശ്. അതെ, ഈ ഗോവണിയിലൂടെ കയറി നമുക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയും.
അപ്പോൾ സ്വർഗത്തിലേക്ക് നമ്മളെ കയറ്റുന്ന ഗോവേണി. 19-ാമതായിട്ട് നാം കാണുന്നു, 18-ാമതായി സാക്ഷാൽ ഗോതമ്പ് മണി വീണു മരിച്ച വയലാണ് ക്രൂശ്. ഇതൊരു വയലാണ്. ഈ വയലിൽ ഗോതമ്പ് മണി വിതയ്ക്കപ്പെട്ടു. ആ ഗോതമ്പ് മണി വീണ് മരിച്ചു. അത് തനിയെ ഇരുന്നാൽ അത് ഫലം കായ്ക്കുകയില്ല, അതുകൊണ്ട് പ്രയോജനമില്ല. എന്നാൽ ആ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നുവെങ്കിൽ ധാരാളം ഫലം കായ്പാനിടയായിത്തീരും. യേശു ക്രിസ്തുവിന്റെ മരണമുഖാന്തരം ഉണ്ടായി വന്ന ഫലമാണ് നിങ്ങളും ഞാനും. അതുകൊണ്ടാണ് അവനെ ആരാധിക്കുവാൻ നാം അടുത്ത് വന്നിരിക്കുന്നത്. 19-ാമതായി ഭക്തന്റെ പ്രശംസയാണ് ക്രൂശ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, എന്നാൽ എനിക്ക് പ്രശംസ ക്രൂശാണ്. അതാണ് പൗലോസിന് പറയുവാനുള്ളത്. അവസാനമായി 20-ാമതായിട്ട് നമ്മൾ ഒരു ക്രൂശിന്റെ ചിത്രം ഇങ്ങനെയാണ് കാണുന്നത്. ബി നാഗൽ എന്ന ദൈവത്തിന്റെ ദാസൻ തന്റെ പാട്ടിൽ ഇങ്ങനെയാണ് പാടുന്നത്: എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. അതെ, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് നമ്മളുടെ പാട്ടാണ്, നമ്മുടെ പ്രശംസയാണ്. ക്രൂശിലെ ക്രിസ്തു നമ്മുടെ ആരാധനാ പുരുഷനാണ്. പാട്ടുകാരൻ പാടുന്ന മറ്റൊരു പാട്ടുണ്ട്: ക്രൂശന്റെ മുമ്പിൽ ലോകമൻ പിൻപിൽ പിന്മാറാതെ പിൻഗമിക്കും. നിങ്ങളും ഞാനും ഈ ക്രൂശ് കണ്ട് യാത്ര ആരംഭിച്ചവരാണ്. ക്രൂശിലെ ക്രിസ്തുവിനെ കണ്ട് യാത്ര ആരംഭിച്ചവരാണ്. ആ ക്രൂശിലെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ വസിക്കുന്നത് കൊണ്ട് അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാകിയാൽ നമ്മളെ ചേർക്കുവാൻ അവൻ വേഗം വരും എന്നുള്ള പ്രത്യാശയാണ് ഈ കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് പ്രചോദനമായി തീരുന്നത്. നമ്മുടെ കർത്താവിന്റെ ക്രൂശിൽ നമുക്ക് പ്രശംസിക്കാം. ക്രൂശിലെ മരണത്താൽ നമ്മളെ വീണ്ടെടുത്ത് മക്കളാക്കി തീർത്ത സർവ്വലഭനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മരിച്ച്, നമുക്ക് വേണ്ടി തന്നെത്താൻ ത്യജിച്ച്, നമുക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ കർത്താവിനെ നമുക്ക് വീണ് ആരാധിക്കാം. ചങ്ക് പിളർന്ന് നമ്മെ സ്നേഹിച്ച, ചങ്കിലെ ചോര ചിന്തി നമ്മളെ വീണ്ടെടുത്ത, ക്രൂശിൽ നിങ്ങളോടും എന്നോടുമുള്ള സ്നേഹം പ്രദർശിപ്പിച്ച നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ വീണ് അറുക്കപ്പെട്ട കുഞ്ഞാടെ ശക്തിയും ധനവും ബലവും ബഹുമാനവും സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ നീ യോഗ്യനെന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവന്റെ നാമം മാത്രമാണ് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മീതെ രക്ഷിക്കുവാൻ കഴിയുന്ന ഏകനാമം. ആ നാമത്തിൽ ആശ്രയിച്ച് നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്ക് സ്തോത്രം ചെയ്യാം. സ്നേഹവാനായ ദൈവമേ, സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ക്രൂശിലെ ക്രിസ്തുവിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രൻ ക്രൂശിൽ മരിച്ച് ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ വലിയ രക്ഷയുടെ സന്തോഷത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അങ്ങയുടെ മക്കളും അവകാശികളുമാക്കി തീർത്തതുകൊണ്ട് എളിയവരാകുന്ന ഞങ്ങൾ അങ്ങയുടെ പുത്രൻ മുഖാന്തരം ഒരുക്കിക്കൊണ്ടുവന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും അങ്ങയുടെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ദയവുണ്ടായി സ്വീകരിക്കുമാറാകണമേ. ആമേൻ.